നമസ്കാരം. തുടങ്ങുന്നതിന് മുമ്പ് ഇതെൻ്റെ ഒരു പഴയ ബുക്കാണ്. SDG എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് SDG? നെവർ ഹേർഡ്? SDG എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇന്ത്യയിൽ ആകെ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 1000-ലധികം ക്ലാസ്സുകൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. നിങ്ങൾ വെറുതെ ഇരിക്കരുത്, ഓരോ നിമിഷവും എഴുതിക്കൊണ്ടിരിക്കുക. എഴുതാൻ പിന്നെ സമയം തരില്ല. നിങ്ങളുടെ നോട്ട്ബുക്കാണ് നിങ്ങളുടെ അറിവ്. ഓക്കെ. ആ SDG എന്ന ബുക്ക് ഞാൻ മാറ്റി എഴുതി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നുള്ളതിന് പകരം സനാതന ധർമ്മ ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ആണ്. 2015 മുതൽ 2030 വരെയുള്ള പണ്ട് UNDP ഉണ്ടായിരുന്നു. ആ UNDPയുടെ പുതിയ പതിപ്പാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. ലോകം സംസാരിക്കുന്ന ഇന്നത്തെ വിഷയം യുണൈറ്റഡ് നേഷൻസ് ഏതാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ SDG എന്നാണ് പറയാം. അപ്പൊ അത് ഞാൻ പണ്ട് എഴുതിയ ബുക്കാണ്. കോവിഡ് കാലത്ത് അത് മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 108 ഭാരതീയ SDGs ഇന്നലെയാണ് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. I thought I'll release it today. Okay. Let's go. Okay. Yeah. That's one. കഴിഞ്ഞ പോലെ ഇപ്പോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ലൈഫ് ട്രാൻസ്ഫർമേഷൻ എന്നാണ് മനോജ് ജി പറഞ്ഞത്. ഓരോ വാക്കും എഴുതണം കേട്ടോ. YYCI, യെസ് യു ക്യാൻ ഇന്റർനാഷണൽ, YYCI. ഈ ഓരോ വാക്കെടുത്തിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണം ഞാൻ പറയുന്നത്. ഓക്കെ. SDG എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം, ഡോക്ടർ TPS എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അതുപോലെ YYCI, യെസ് യു ക്യാൻ ഇന്റർനാഷണൽ. ലണ്ടനിലുള്ള ഒരു ക്വീൻ എലിസബത്ത്, ഒരു ആഫ്രിക്കക്കാരി, യുണൈറ്റഡ് കിങ്ഡത്തിൽ സെറ്റിൽ ചെയ്ത് ലോകത്തിനെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ലൈഫ് ട്രാൻസ്ഫർമേഷൻ. അപ്പൊ ആ ലൈഫ് ട്രാൻസ്ഫർമേഷനിൽ ഏറ്റവും കൂടുതൽ ലെക്ചർ കൊടുത്തത് ഞാനാണ്. ആഫ്രിക്കയിലും ഒക്കെയുള്ള, ലോകത്തിന്റെ പല ഭാഗത്തുള്ള. അപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു ലെക്ചർ മൈൻഡ് സെറ്റ് ട്രാൻസ്ഫർമേഷൻ ഫോർ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു. അപ്പൊ ഞാനത് ഭാരതീയമായിട്ടാണ് എല്ലാം എഴുതുക. അപ്പൊ അത് മാറ്റിയിട്ട് ഞാൻ എഴുതിയൊരു ബുക്കാണ് ഭാവ ടു ഭക്തി. ഇതും ഇന്നലെയാണ്, മിഞ്ഞാന്നാണ് പ്രിന്റ് ചെയ്തത്. ഓക്കെ. ദിസ് ഈസ് ഭാവ ടു ഭക്തി. 10 C's ഫോർ ലൈഫ് ട്രാൻസ്ഫർമേഷൻ എന്നാണ്. 10 Cകൾ. ആ 10 C എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം. എൻ്റെ ലെക്ചർ അവൈലബിൾ ആണ്. ഇതിന് ആധാരമായിട്ട് ഞാൻ കൊടുത്ത ലെക്ചർ അതുപോലെ അവൈലബിൾ ആണ്. ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. പണ്ട് ഞാൻ പ്രിന്റ് ചെയ്തൊരു ബുക്കാണ് നിത്യശ്ലോകം. കുറേ ഡെയിലി ചാൻറ്റ് ചെയ്യാനുള്ള ശ്ലോകം. അതിൻ്റെ 2ാം പതിപ്പ്, ഇത് പുതിയതല്ല, നിത്യശ്ലോകം ഇപ്പം അവൈലബിൾ ആണ്. ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ളൊരു ബുക്ക് ഞാനും എൻ്റെ സ്റ്റുഡൻറ്റ് അനൂഷയും കൂടെ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. പണ്ട് എഴുതിയിട്ടുള്ളൊരു ബുക്കായിരുന്നു സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക്. എങ്ങനെ സിവിൽ സർവീസിന് IASന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അതിൻ്റെ പുതിയൊരു പതിപ്പ് ദ IAS എഡ്ജ്, ദ പാത്ത് ടു സർവീസ്, ദ യങ് ആസ്പിരൻസ്. ഇതും കഴിഞ്ഞ ആഴ്ചയാണ് പ്രിന്റ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നാണ്. പക്ഷേ അവരുടെ കോപ്പി വന്നിട്ടില്ല. അപ്പൊ തൽക്കാലം ഞാൻ പ്രിന്റ് ചെയ്തുകൊണ്ടുവന്നു. And another book is coming which is a slightly different from my earlier book. The Life Made Simple എന്നൊരു പുസ്തകമാണ്.
ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കൊക്കെ അറിയില്ലേ? അതിലും കുറേ മുമ്പ് 10-20 വർഷം മുമ്പ് കമ്പ്യൂട്ടറിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ് ഓർക്കുട്ട്. ആ ഓർക്കുട്ട് കാലത്ത് ഞാനും കുട്ടികളുമായിട്ടുള്ള സംഭാഷണം അതുപോലെ ഡംപ് ചെയ്തുണ്ടാക്കിയ ഒരു പഴയ ബുക്കാണിത്. പക്ഷെ ഇപ്പൊ 10-20 വർഷം കഴിഞ്ഞു. അപ്പൊ അതിന്റെ പുതിയൊരു വേർഷൻ ഈസ് ഓതേർഡ് ബൈ ഹർ. അത് നാളെയോ മറ്റന്നാളോ ഫൈനൽ എഡിഷൻ കഴിഞ്ഞ ആഴ്ചയാണ് തീർത്തത്. അപ്പോൾ സുബോധ് ചിലപ്പോൾ കൊണ്ടുവരും നാളെ മറ്റന്നാൾ. സോ വിൽ ഹാവ് ഞാൻ സുബോധിനോട് കുറച്ച് കോപ്പി പ്രിന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഹീൽ ബി കമ്മിങ്. ഞാനിവിടെ വരാനൊക്കെ കാരണം 10-15 വർഷം മുമ്പ് 10 വർഷം മുമ്പ് സുബോധ് ഇവിടെ നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. ബാക്കിയും കുറേ ബുക്സ് ഉണ്ട്, അത് കുറച്ച് പഴയതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഞാൻ വിചാരിച്ചു വരുന്ന സമയത്ത് ഐ ഷുഡ് ഗിവ് സംതിങ് ടു യു. നിങ്ങൾക്കൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആണ്, ആമസോണിൽ പോവാം. അതർവൈസ് യു ക്യാൻ കോൺടാക്ട് മീ, വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻട്രസ്റ്റ്. അപ്പം 3-4 ചടങ്ങ് കഴിഞ്ഞു. 3-4 പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എന്നിട്ട് വേറെ കോപ്പി ഇല്ല, യു ക്യാൻ ജസ്റ്റ് ഗിവ് മീ എ കോപ്പി. You can keep it, one copy. Keep it. അപ്പോൾ 3-4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഡെസ്റ്റിനേഷൻ IAS, റൈറ്റ്? ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ഏതാന്ന് ചോദിച്ചാൽ UPSC ആണ്. ഇതേപോലെ ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്നൊരു കുട്ടി ഇപ്പോൾ ഡൽഹിയിലുണ്ട്, ഇതേ സ്കൂളിൽ, ഇന്ന് തൊട്ടടുത്ത വീട്. ഒരിക്കലും ഡൽഹിയിൽ പോയി പഠിക്കുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഡൽഹിയിൽ പോയി പഠിക്കണം, സിവിൽ സർവീസ് വേണം. അപ്പോൾ കഴിഞ്ഞ മാസമല്ല, ഡിസംബറിൽ, കഴിഞ്ഞ മാസവും കണ്ടു, ഡിസംബറിൽ പോയപ്പോഴും ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ, ഇപ്പം ഞാനിപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പറയുമ്പോൾ ഒപ്പം എഴുതണം SNG ശ്രീനാരായണ ഗുരു, അപ്പോഴേ എന്താ പറഞ്ഞു നോർക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് എഴുതാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ ഫസ്റ്റ് പേര് മറന്നു, പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞു നിൽക്കുമ്പോൾ അത് ഓർമ്മയുണ്ടാവില്ല. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്താണ്? ഉറക്കെ പറഞ്ഞോളൂ. എന്താണ് നിങ്ങളുടെ ആയുധം? നാട്ടിൽ പണിക്ക് വരുന്ന ഒരാള് വെറുതെ വരുമോ? എന്താ കൊണ്ടുവരിക? അവരുടെ ആയുധം എന്താണെന്ന് വെച്ചാൽ, അല്ലെ, കിളക്കാനാണെങ്കിൽ തുമ്പ കൊണ്ടുവരും, വെട്ടാനാണെങ്കിൽ കത്തി കൊണ്ടുവരും, അല്ലേ? അത് ഉപയോഗിക്കുമ്പോഴല്ലേ അയാൾ പണിയെടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അത് കയ്യിൽ വെച്ചോണ്ട് വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തു എന്ന് പറയാൻ പറ്റും എന്ന് പറയരുത്. നോ, യെസ്, ഉണ്ട്, ഇല്ല എന്ന് മാത്രം. ഫൈൻ. പിന്നെ ഇങ്ങനെയാക്കണം. ഫൈൻ എന്ന് പറയുമ്പോൾ വായ തുറന്ന് സംസാരിക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്താണ്? ആണോ? പെണ്ണ് മാത്രം ഉണ്ടായാൽ മതിയോ? പെന്നും പേപ്പറും രണ്ടും ഉപയോഗിക്കാം, ലാവിഷായിട്ട് ഉപയോഗിക്കാം. ഞാൻ അവസാനം ചോദിക്കുന്നത്, എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനോ വരുന്ന ആളോട് ആദ്യം ഞാൻ ചെയ്യാം, അയാളുടെ നോട്ട്ബുക്കിന്റെ പാടെടുക്കും. Then I know whether you have done your job. Okay. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ചില, ഇതേ പള്ളിക്കത്തോടുള്ള കുട്ടി ഇപ്പോൾ സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ്, ഗ്രാജുവേഷൻ ഡൽഹിയിലാണ്, മാസ്റ്റേഴ്സ് ഡൽഹിയിലാണ്. അതുപോലെ ഇതിനേക്കാളും ഒരു മോശം വില്ലേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെയുള്ള എൻ്റെ കുട്ടികൾ ഇപ്പോൾ ഡൽഹിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ സിവിൽ സർവീസ് ആസ്പിറൻസ് ആണ്. അപ്പോൾ ഏറ്റവും ടഫസ്റ്റ് എക്സാം UPSC ആണ്. ആരൊക്കെ എഴുതുന്നത്? നിങ്ങൾ ഏത് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും അതിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ട്. കേരളത്തിൽ ഇന്ന് ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു IAS ആരാന്ന് ചോദിച്ചാൽ ആരാ? പറഞ്ഞോ ധൈര്യത്തില്. അറിയുന്ന ഏതെങ്കിലും ഒരു IAS കാരുടെ പേര് പറ. ദിവ്യ S അയ്യർ, അല്ലേ? കോട്ടയത്ത് പണ്ട് ഗവൺമെന്റ് കോളേജിൽ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് ദിവ്യ S അയ്യർ ഗസ്റ്റ് ആയിരുന്നു, എന്റേതായിരുന്നു ക്ലാസ്. ഡോക്ടർ ദിവ്യ S അയ്യർ, IAS. പക്ഷെ ഞാൻ ആ കുട്ടിയെ IAS ഒന്നും വിളിക്കാറില്ല, ഡോക്ടറൊന്നും വിളിക്കാറില്ല, ദിവ്യ എന്നാ വിളിക്കുക. കാരണം നിങ്ങളുടെ പ്രായത്തില് ആ കുട്ടി ആരാവും എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം
അന്നത്തെ പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വന്നത് വായിച്ച ഒരാളാണ്. ഞാൻ ഇസ്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൊളീഗിന്റെ മകളുമാണ്. അവർക്ക് വന്ന റാങ്ക്, ആദ്യം എഴുതിയപ്പോൾ എത്ര റാങ്ക്, രണ്ടാമത് എഴുതിയപ്പോൾ എത്ര റാങ്ക്, ഇതൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. അതൊക്കെ ഞാൻ അന്ന് ദിവ്യ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷനാണ് IAS പോകാന്നുള്ളത്. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. പക്ഷെ എന്താ ഇല്ലാത്ത വെച്ചാൽ ആ ഡെഡിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പലർക്കും അവിടെ എത്താൻ പറ്റാത്തത്. അവർ പറഞ്ഞത് ഐ വിൽ ബിക്കം എ സിവിൽ സർവൻറ്റ്, ഞാൻ സിവിൽ സർവീസിൽ ചേരും. എപ്പോ? ആഫ്റ്റർ മൈ MBBS. അപ്പൊ അവർക്ക് അറിയാം MBBS പഠിക്കണം, അത് കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസിൽ പോകുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് എഴുതുന്നത് ആരാന്ന് ചോദിച്ചാൽ ബിടെക്കാരാണ്. അപ്പൊ ബിടെക്കിന് പോകുന്നവർക്കും പോവാം, MBBS പോകുന്നവർക്കും പോവാം. പണ്ട് കാലത്ത് ആർട്സ് സബ്ജക്റ്റിന് പോകുന്നവരാണ് പോയിരുന്നത്. ആന്ത്രപ്പോളജി ഒക്കെയാണ് ചിലപ്പോൾ എഴുതുക എക്സാമിനേഷൻ. ഏത് വിഷയം സിവിൽ സർവീസിൽ എടുക്കുന്നുള്ളതല്ല, ബേസിക് ഡിഗ്രി ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ചെയ്യുന്നവരാണ് ഇപ്പോൾ കാണുന്നത്. ആ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സംസാരിക്കാം താല്പര്യത്തിനനുസരിച്ചിട്ട്. അപ്പൊ അതാണ് ഒരു ഭാഗം. അതിന് കേരളത്തിൽ 10-20 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയൊരു പ്രോഗ്രാമാണ് ഡെസ്റ്റിനേഷൻ IAS. 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക്. അന്ന് ഇന്നത്തെ പോലെ കോച്ചിങ് ക്ലാസ്സുകളൊന്നും കേരളത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറേ കോച്ചിങ് ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ 10 വർഷം മുമ്പ് അരവിന്ദ വിദ്യാമന്ദിരത്തിൽ എൻ്റെ പ്രോഗ്രാം 10 ദിവസത്തെ കോഴ്സ്, 5 ദിവസത്തെ കോഴ്സൊക്കെ ആയിരുന്നു ഡെസ്റ്റിനേഷൻ IAS. 11th 12th MBBS-നോ ബിടെക്കിനോ ഒക്കെ താല്പര്യത്തിൽ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ സിവിൽ സർവീസിനും കൂടി തയ്യാറെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ലക്ഷ്യം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തും, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഡെസ്റ്റിനേഷൻ IAS ഡോക്ടർ TPS നടിച്ച കുറേ കാണാം പ്രോഗ്രാംസ്. പിന്നെയുള്ള ഒരു പ്രോഗ്രാം കോളേജ് കുട്ടികൾക്ക് മിഷൻ CSAT എന്നാണ്. മിഷൻ CSAT. എന്താ CSAT? ആദ്യത്തെ എക്സാമിനേഷനെയാണ് CSAT എന്ന് പറയാം. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്. അതിനാണ് പ്രിലിമിനറി എന്നാ പറയാം, പ്രിലിംസ് എന്നാണ് പറയാം. അതാണ് ഈ ബുക്ക്, സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക് എന്ന് പറയുന്നത്. റൈറ്റ്. രണ്ടാമത്തേത് പേര് കൊടുത്തിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തെ ടോപ്പിക് നിങ്ങളുടെ അനൗൺസ്മെന്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്ന് പേരിട്ടാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമായിട്ട് കാണാൻ പറ്റില്ല നമുക്ക്. കാരണം AI ഇന്ന് നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത്, എവിടെയോ ആരോ AI ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെങ്ങനെയാണ് AI കുറിച്ച് അറിയാം? ഇങ്ങനെ അറിയാം. ഏത് മീഡിയ ആയാലും ഏത് കണക്ഷൻ ആയാലും അതിന് ഉപയോഗിക്കുന്ന എന്താ? ഇന്റർനെറ്റാണ്. അപ്പൊ 4G 5G ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വാക്കുകളൊക്കെ എഴുതണം. കാരണം ഇതൊക്കെ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും. അതാണ്ടാവും. ഇതിനൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ വേൾഡ് എക്കണോമിക് ഡിസ്കഷൻസ് നടക്കും. എന്താ നടക്കുക? എക്കണോമിക് ഡിസ്കഷൻസ്. എങ്ങനെയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ വാണിജ്യം നടത്തുന്നത്? എവിടെയാണ്? എക്കണോമിക് ഫോറംസ് ആണ്. അതിൽ പ്രൈം മിനിസ്റ്റർ ഒക്കെയാണ് അറ്റൻഡ് ചെയ്യുക. ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന 3-4 ടെർമിനോളജീസ്. ഒരു ടെർമിനോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. രണ്ടാമത്തേത് ഇന്റർനെറ്റ് ആണ്. നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇന്റർനെറ്റ് കിട്ടില്ല. കിട്ടണമെങ്കിൽ തന്നെ കുറെ കാശ് എക്സ്ട്രാ കൊടുക്കണം. വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വണ്ടിയിൽ ചിലപ്പോൾ ഇന്റർനെറ്റ് അത്ര ഫാസ്റ്റ് ആയിട്ട് കിട്ടില്ല, ഡിസ്കണക്ട് ആയിക്കൊണ്ടേയിരിക്കും.
നോൺ ഇൻട്രപ്റ്റഡ് അല്ല. പണ്ട് ഞാനൊക്കെ സാറ്റലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ടെലിഫോൺ ഉപയോഗിക്കുന്ന കാലത്ത് ഫോണൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് വയർ വെച്ചിട്ടാണ്. എന്ത് വയറായിരുന്നു? കോപ്പർ വയറാണ്. എന്ത് വയറാ ഉപയോഗിക്കുക? പണ്ട് ടെലിഫോൺ പോസ്റ്റുകൾ നോക്കി കോപ്പർ വയറിലാണ് ഓരോ വീട്ടിലേക്കും കണക്ഷൻ വയറിൽ കൊടുക്കണം. ടെലിഫോൺ കണക്ഷൻ കിട്ടുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. കാരണം എന്താ വെച്ചാൽ കോപ്പർ വയറും വളരെ കോസ്റ്റ്ലിയാണ് ഫിസിക്കലായിട്ട്. എന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്ത്, ട്രങ്ക് ബുക്ക് ചെയ്ത്, കണക്ട് ചെയ്ത്, അവർ പ്ലഗ് ഇൻ ചെയ്ത്, എന്ന് വെച്ചാൽ വയറുമായിട്ട് കണക്ട് ചെയ്താലേ ഇവിടുന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തും സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെയാണ് നമ്മുടെ സാറ്റലൈറ്റ് വന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് പോവും, അവിടുന്ന് തിരിച്ച് ഹോങ്കോങ്ങിൽ പോവും. ഫൈൻ. അങ്ങനെ ഹോങ്കോങ്ങിൽ നിന്ന് അടുത്ത സാറ്റലൈറ്റിലേക്ക് പോകും. കാരണം നേരെ ഭൂമിയുടെ മറ്റേ ഭാഗത്ത് എത്തിക്കാൻ പറ്റില്ലല്ലോ. യു അണ്ടർസ്റ്റുഡ്? ഇവിടുന്ന് തൊട്ടടുത്ത രാജ്യമായ ഹോങ്കോങ്ങിലാണ് നമ്മുടെ ഒരു ഹബ് ഉണ്ടാവുക. സാറ്റലൈറ്റ് പോയി അവിടുന്ന് ഹോങ്കോങ്ങിൽ ഇറങ്ങി, അവിടുന്ന് അടുത്ത സാറ്റലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അവിടുന്ന് താഴത്തേക്ക് സാറ്റലൈറ്റ് ചെയ്ത്, അങ്ങനെ ചെയ്ത് ഭൂമിയുടെ മറ്റേ ഭാഗത്തേക്ക് എത്തുന്ന ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാറ്റലൈറ്റും കറക്റ്റായിട്ട് കറങ്ങണം. അത്തരം ഇന്ത്യയുടെ സാറ്റലൈറ്റിനെ ഇൻസാറ്റ് എന്നാ പറയുക. ഇൻസാറ്റ്, ഇന്ത്യൻ സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഇന്ത്യയുടെ മുകളിൽ ഉണ്ടാവണം. ഏത് ഭാഗത്തുള്ള ആണോ ആ സാറ്റലൈറ്റ്, അതിന്റെ ഭാഗത്ത് നേരെ മുകളിൽ സ്ഥിരമായിട്ടിരിക്കും. ജിയോ എന്ന് പറഞ്ഞ എർത്താണ്. ആ സാറ്റലൈറ്റുകളെയാണ് ജിയോ എർത്ത് സ്റ്റേഷനറി. എർത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേഷനറിയാണ്. എവിടെയാണോ ഉള്ളത് അതിന് നേരെ മുകളിൽ എപ്പോഴും കാണാൻ പറ്റും. അപ്പൊ നോക്കുന്ന ആളുടെയൊക്കെ ധാരണ ഇത് എപ്പോഴും നമ്മുടെ മുകളിലുള്ളതാണ്. ഭൂമിയും കറങ്ങിക്കൊണ്ടിരിക്കേണ്ട അതേ സ്പീഡിലല്ല, അതിനേക്കാളും കുറേ മടങ്ങ് സ്പീഡിൽ. കാരണം അതിന് കുറേ ദൂരം യാത്ര ചെയ്യണം, അതിന്റെ റേഡിയസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് മുകളിൽ കാണുന്ന സാറ്റലൈറ്റുകളൊക്കെ അറബിലുള്ളത് അറേബ്യൻ സാറ്റലൈറ്റ്, അറബ് സാറ്റ് എന്നാണ്. ഇന്ത്യയിലുള്ളതിന് ഇന്ത്യൻ സാറ്റലൈറ്റ്, ഇൻസാറ്റ് എന്നാണ്. അവരുടെ മുകളിൽ നേരുള്ളതൊക്കെ അങ്ങനെയാണ് കണക്ട് ചെയ്യുക നമ്മൾ. അങ്ങനെയായിരുന്നു പണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കോള് വിളിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഡിലേ ഉണ്ടാവും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയി താഴത്തിറങ്ങി, മുകളിൽ പോയി താഴത്തിറങ്ങി. അപ്പൊ നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ പേര് വിളിച്ചിട്ട് അരവിന്ദ് വിദ്യാമന്ദിർ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ കേൾക്കുക. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് വിത്തിൻ കൺട്രിയും നമുക്ക് വയർലെസ് ആയിട്ട് പോവാം. അതുകൊണ്ട് ഇപ്പം ഒരു കണക്ഷനും വയർ കൊണ്ടല്ല, വയർലെസ് ആയിട്ടുള്ള നമ്മുടെ സാധാരണ കണക്ഷൻസ്. യെസ്, പക്ഷെ ഇത് ഫാസ്റ്റ് അല്ല, ഇതിനേക്കാളും ഫാസ്റ്റ് ആണ്, നോൺ ഇൻട്രപ്റ്റിംഗ് ആണ്, ഫിസിക്കൽ വയറായിട്ടുള്ളത്. ഇപ്പൊ ലോകം മനസ്സിലാക്കി. പണ്ടെങ്ങനെയായിരുന്നു? ഇന്ത്യയുടെ എല്ലായിടത്തും വയറിൽ കണക്ട് ചെയ്യും, ഇന്ത്യയുടെ വെളിയിൽ പോണെങ്കിൽ സാറ്റലൈറ്റ് പോയി ഹോങ്കോങ്ങിലെത്തി, അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെയായിരുന്നു. വയർലെസ് പുറത്തു പോകുമ്പോഴാണ്. ഇപ്പൊ എങ്ങനെയാ? നമ്മുടെ തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ വയർലെസ് ആണ്. പക്ഷെ ബാക്കി രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കടലിൻ്റെ ഉള്ളിലൂടെ വയറുകൾ പോകുന്നു, ഫൈബർ കേബിൾസ്, ഒപ്റ്റിക്കൽ കേബിൾസ്. കാരണം കോപ്പർ കേബിളിനേക്കാളും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അത്തരം ഫൈബർ കേബിളുകൾ. അപ്പൊ ഞാൻ ഈ AI എന്ന് പറയുന്ന വാക്കിൽ അത് മാത്രം കേട്ടാൽ പോരാ, അതിന് സംബന്ധമായിട്ടുള്ള കുറേ ടെക്നോളജി, ഹാർഡ്വെയർ. അടുത്ത കാലത്താണ് ഒരു 1.5 വർഷം മുമ്പ് AI ഒക്കെ വന്ന കാലത്ത് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന. അങ്ങനെ ലോകത്തിൽ കുറേ സ്ഥലത്തേക്ക് കൊടുക്കുന്ന ഒരു കമ്പനിക്ക് ഹൗ ലോജിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ഓർ ഹൗ AI ക്യാൻ ബി യൂസ്ഡ് ഇൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. കൽക്കട്ട ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. കൽക്കട്ട ബേസ്ഡ് ഒരു കമ്പനിക്ക് എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 4G, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. അതിനകത്ത് എന്തൊക്കെ വരും സബ്ജക്റ്റ്? ഞാൻ ആദ്യം പറഞ്ഞത് കോപ്പറാണ്, പിന്നെ പറഞ്ഞത് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. അതേത് സബ്ജക്റ്റാ? കെമിസ്ട്രി ആണ്, ഫിസിക്സ് ആണ്, മാത്തമാറ്റിക്സ് ആണ്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ചേരുന്നത് എവിടെയാണ്? ബിസിനസ്സിലാണ്. അതേത് സബ്ജക്റ്റാ? സോഷ്യൽ സ്റ്റഡീസ് ആണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു ആ സബ്ജക്റ്റിന്റെ ഒക്കെ
വ്യത്യസ്തമായ ഭാവങ്ങളിൽ, വ്യത്യസ്തമായ രൂപങ്ങളിൽ, വ്യത്യസ്തമായ തലത്തിൽ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ്. അത് സാറ്റലൈറ്റ് ആയാലും വേറെ എന്തായാലും. ഇന്ന് പൊളിറ്റിക്സ്, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നത്തെ പേപ്പറിൽ ലോകം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ലോകം എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ താരിഫാണ്, എക്കണോമിക് വാറാണ്. എന്താ കാരണം? അമേരിക്ക തീരുമാനിച്ചു ഇമ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ടാക്സ് കൂടുതലാണ്. ഇപ്പൊ ഗൾഫിലുള്ള ഒരു കാറ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഗൾഫിൽ നല്ല കാറുകൾ ഉണ്ടാവും, ബ്യൂട്ടിഫുൾ, അവർ 2 കൊല്ലം ഉപയോഗിച്ചാൽ പിന്നെ ഉപയോഗിക്കില്ല, കളയും, ക്രഷ് ചെയ്ത് കളയുക. 2-4 കൊല്ലമൊക്കെ ഉപയോഗിച്ച കാറുകൾ പുതിയ കാറായിരിക്കും, എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും ഒരു ക്രഷ് ചെയ്ത് കളയും. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും അവർക്ക് വാങ്ങിക്കുന്നതാണ് ഇഷ്ടം. അത് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കും, ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ കാർ ഓടിക്കും, പക്ഷെ പറ്റില്ല. എന്താ കാരണം? ആ കോസ്റ്റിന്റെ 200% ഇവിടെ ടാക്സ് കൊടുക്കും. അപ്പൊ പല രാജ്യങ്ങളും പല രാജ്യങ്ങളിലേക്ക് സാധനം ഇറക്കുന്ന സമയത്ത് കുറെ ടാക്സ് കൊടുക്കും. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുക്സ് ഉള്ളത് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ബുക്സാണ്. ആരെ കുറിച്ചാണ്? മഹാത്മാഗാന്ധി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ മഹാത്മാഗാന്ധിയുടെ ബുക്സ് എത്ര കൂടുതൽ? പണ്ട് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് സ്കൂളിലൊക്കെ ഞങ്ങൾക്ക് ഉപ്മാവ് തരും, ഒരു യെല്ലോ കളറിലുള്ള ഉപ്മാവ്, ഡാൽഡയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്മാവാണ്. അതിനുള്ള ഗോതമ്പ് വന്നിരുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു. നമ്മൾ പകരം ഗോതമ്പ് കൊണ്ടിരുന്ന ഷിപ്പിൽ നിന്ന് തിരിച്ചയച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? അമേരിക്കക്ക് ഇന്ത്യയിൽ പ്രിന്റ് ചെയ്ത ബുക്സ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലെയുള്ള ആൾക്കാർ. ആലോചിച്ചൊക്കെ, ഒരു കാലത്ത് ഉപ്മാവ് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നു, നമ്മൾ അങ്ങോട്ട് കൊടുത്തത് ബുക്സ് ആയിരുന്നു. ആപ്പിൾ ഫോൺസ് അമേരിക്കയുടെയാണ്, പക്ഷെ അത് ഉണ്ടാക്കുന്നത് എവിടെയാ? ഇന്ത്യയിലും ചൈനയിലുമാണ്. അതുകൊണ്ടാണ് ഈ വാറിന്റെ സമയത്തൊക്കെ 3 എയർക്രാഫ്റ്റ് ഫുൾ ഐഫോണുകൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയത്. കാരണം ആ ഡേക്ക് മുമ്പ് എത്തിയാൽ ടാക്സ് കുറയും, പുതിയ റൂൾ വന്നു കഴിഞ്ഞാൽ ടാക്സ് കൂട്ടും. ഇപ്പൊ ഇന്ത്യ നന്നാവണമെങ്കിൽ, ഇന്ത്യക്ക് കാശ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കുറേ സാധനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കണം, അതാണ് വേണ്ടത്. കുറെ സാധനങ്ങൾ. ഇപ്പൊ കേരളത്തിന്റെ അടുത്ത കാലത്തുള്ള ഒരു ക്ലെയിം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ കഴിഞ്ഞ 3 കൊല്ലത്തിൽ തുടങ്ങിയതെന്നാണ്. കേരള ഗവൺമെന്റിന്റെ ഒരു ക്ലെയിമാണ്. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ, പലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിട്ടില്ല, കഴിഞ്ഞ 3 കൊല്ലമാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാണ്ടും പലർക്കും മുറുക്കൊക്കെ ഉണ്ടാക്കാം, അല്ലേ? പക്ഷെ അത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഗവൺമെന്റ് അഡ്വാൻറ്റേജ് തരും എന്നുള്ളത് കൊണ്ട് കുറെ ആൾക്കാർ എന്ത് ചെയ്തു? ഇപ്പോ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ ഗവൺമെന്റിന്റെ റൂള്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഈ നോളജ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ AI എന്ന് പറയുന്ന ഒരു വാക്കല്ല, അത് വലിയ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയാണ്. അത് പൊളിറ്റിക്സിൽ ഉണ്ടാവും, എക്കണോമിക്സിൽ ഉണ്ടാവും, ബിസിനസ്സിൽ ഉണ്ടാവും, പ്രൊഡക്ഷനിൽ ഉണ്ടാവും, സർവീസിൽ ഉണ്ടാവും, ഒക്കെ പോസിബിൾ ആണ്. ഇതൊക്കെ പഠിക്കണം നമ്മൾ. അപ്പൊ അതാണ് ഒരു ഭാഗം. ഒന്ന് സിവിൽ സർവീസ് ആണ്, മറ്റൊന്ന് AI ആണ്, മറ്റൊന്ന് എന്താ? വേറൊരു ഭാഗം എന്തായിരുന്നു നിങ്ങൾക്ക് തന്ന നോട്ടീസ്? ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ നിങ്ങൾ എന്തിനു വരുന്നു എന്നുള്ളതിനെ കുറിച്ച് 3-4 സബ്ജക്റ്റ് ഉണ്ട്. മൂന്നാമത്തെ എന്തായിരുന്നു? മാത്തമാറ്റിക്സ് ആണ്. ഞാനിപ്പോ സംസാരിക്കുന്ന ഭാഷ ഏത് ഭാഷയാണ്? മലയാളം. ലോകത്തോട് സംസാരിക്കാൻ നമുക്ക് എന്ത് മതി? ഇംഗ്ലീഷ് മതി. പക്ഷേ ഇത് രണ്ടും പോരാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ, സിവിൽ സർവീസോ, മാത്സോ, ഫിസിക്സോ, കെമിസ്ട്രിയോ, ബയോളജിയോ, സോഷ്യൽ സയൻസോ ഒക്കെ ബാക്കിയുള്ളവരോട് പറയണമെങ്കിൽ
നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഭാഷ ഏതാണ്? ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ പറ്റുമോ? ബയോളജി പഠിക്കാൻ പറ്റുമോ? കൊമേഴ്സ് എക്കണോമിക്സ് ഒക്കെ അറിയണമെന്ന് വിചാരിക്കും. ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാൾ കൊമേഴ്സും എക്കണോമിക്സ് ഒക്കെ പഠിക്കാൻ പറ്റും? ഏത് ഭാഷ അറിയണം? ആ ഭാഷയാണ് മാത്തമാറ്റിക്സ്. നിങ്ങളുടെയൊക്കെ ധാരണ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഭാഷയുള്ളൂ എന്നാണ്. പഠനത്തിന്റെ ഭാഷയാണ് എന്ത്? മാത്തമാറ്റിക്സ്. ഒരു ടേബിൾ വരച്ചാൽ ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്, ഗ്രോത്ത് പാത്ത് ഒക്കെ നമ്മൾ കർവായിട്ടല്ല വരയ്ക്കാം. ഗ്രാഫ് വരക്കാറില്ലേ? ഈ വർഷം ഇത്ര ചെലവായി, അടുത്ത വർഷം ഇത്ര ചെലവായി, മൂന്നാമത്തെ വർഷം ഇത്ര ചെലവായി, എല്ലാം കൂടി കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരക്കും. ആ ഗ്രാഫ് എന്താ? കാണുമ്പോൾ സംഭവങ്ങൾ മനസ്സിലാക്കുന്ന, കേൾക്കുമ്പോൾ സംഭവങ്ങൾ മനസ്സിലാക്കുന്ന എന്തും ഭാഷയാണ്. മാത്തമാറ്റിക്സ് ഇസ് എ ലാംഗ്വേജ്, ലാംഗ്വേജ് ഓഫ് നോളജ്. അറിവുണ്ടാവണമെങ്കിൽ എന്ത് പഠിക്കണം? മാത്സ് സ്ട്രോങ് ആണ്. പലരുടെയും ധാരണ MBBS പഠിക്കുന്ന ഒരാൾ എന്ത് പഠിക്കണ്ട? മാത്സ് പഠിക്കണ്ട, ബയോളജി പഠിച്ചാൽ മതി. ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ MBBS കറക്റ്റ്. MBBS വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ MBBS കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. എന്താണ്? MDMS. അവിടെ തീർന്നു. മാത്സ് ഇല്ലാണ്ട് പറ്റില്ല. നിങ്ങൾ റിസർച്ച് ചെയ്യണമെന്ന് വിചാരിക്കും. ഏത് സബ്ജക്റ്റ് ആയാലും, അത് ഇംഗ്ലീഷ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഏത് വിഷയം എടുത്താലും, മാനേജ്മെന്റ്, എക്കണോമിക്സ്, ഏത് വിഷയം എടുത്താലും, കൊമേഴ്സ്, ഒരു സബ്ജക്ട് പഠിച്ചാലേ അത് പറ്റൂ. അത് മാത്തമാറ്റിക്സ് ആണ്. അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് മാത്തമാറ്റിക്സ് ആണ്. വളരെ എളുപ്പമാണ്. മാത്തമാറ്റിക്സ് ഈസ് വെരി സിമ്പിൾ. ഏതുപോലെ? മലയാളം പോലെ. പക്ഷെ അത് ആ ഒരു ട്രിക്ക് അറിയണം. നമുക്കിപ്പോ മലയാളം അറിയുന്ന ഒരാൾക്ക് വേറൊരു ഭാഷ അറിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടാണ് പഠിക്കാൻ തോന്നുന്നുണ്ടാവും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാൽ പിന്നെ മാത്തമാറ്റിക്സ് ഫെയിലായി. അതിനിടയിൽ പെട്ടുപോയാലോ? ആ നാട്ടിലാണ് പ്രസവിച്ചെങ്കിലോ, ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലോ, ആ ഭാഷ എളുപ്പമല്ലേ? അതുപോലെയാണ് മാത്തമാറ്റിക്സിൽ ജീവിച്ചാൽ മാത്തമാറ്റിക്സ് വളരെ എളുപ്പമാണ്. അപ്പൊ അടുത്ത കാലത്തല്ല, കോവിഡ് കാലത്ത് 4 വർഷം മുമ്പ് ഹൈദരാബാദിൽ ഞാൻ പഠിപ്പിച്ച ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. KL യൂണിവേഴ്സിറ്റി എന്നാണ്. KLH യൂണിവേഴ്സിറ്റി, KLH, KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദിന്റെ ഷോർട്ട് ഫോം ആണ്. KLH ഡോക്ടർ TPS നടിക്കാം. അവിടെ MBA BTech പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ച വിഷയമാണ് ക്യാമ്പസ് ടു കോർപ്പറേറ്റ്. നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ക്യാമ്പസ്, അത് BTech ആയാലും MBBS ആയാലും BBA ആയാലും, കോർപ്പറേറ്റ്, എങ്ങനെയാണ് കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി കിട്ടുക, അത് ഫുൾ മാത്തമാറ്റിക്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ച വിഷയം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ആ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിൽ നിന്ന് എഞ്ചിനീയറിലേക്ക് വേണമെങ്കിൽ, ഒരു സിവിൽ എഞ്ചിനീയർ കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന എന്തായിരിക്കും? കുറെ ചാർട്ട് പേപ്പറാണ് അല്ലേ? ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പേപ്പറിൽ എന്താ എഴുതിയിട്ടുണ്ടാവുക? ഫുൾ മാത്തമാറ്റിക്സ് ആണ്. ഡയഗ്രംസ് ആണ്, ഡ്രോയിങ്സ് ആണ്, അളവുകളാണ്, ഇതൊക്കെ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ മാത്തമാറ്റിക്സ് സ്ട്രോങ് ആണ്. അപ്പൊ 3 വിഷയം ഏതൊക്കെയാ? സിവിൽ സർവീസ്, AI, കുറെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്, മറ്റൊന്ന് മാത്തമാറ്റിക്സ്. പിന്നെ വേറൊന്നും കൂടി ഉണ്ടോ? എന്തായാലും കഴിഞ്ഞോ? അത് കഴിഞ്ഞില്ലേ? ആദ്യം IAS അല്ലേ കഴിഞ്ഞു. കാരണം ഞാൻ ഒന്ന് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു AI, അത് മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്നായി. കറക്റ്റ്. ഹൗ ഡു യു മേക്ക് യുവർ സെൽഫ് റിലയന്റ്? നമ്മളെ എങ്ങനെ നന്നാക്കിയെടുക്കാം, പ്രബുദ്ധരാക്കാം, ഭാരതത്തോടുള്ള സ്നേഹം, നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും,
എങ്ങനെയൊക്കെ നമ്മുടെ ലോകത്തെ നമുക്ക് നന്നാക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു 2 ദിവസം, 2 ദിവസമല്ല 3 ദിവസം, 3rd ഡേയും നിങ്ങൾക്ക് വരാം അല്ലേ, 17th നിങ്ങൾക്ക് വരാം. അതിൽ നിങ്ങളിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടികളാവണം നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഈ 2 ദിവസം ഞാൻ പറഞ്ഞത് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരായി നിങ്ങൾ മാറണം. ഐ സെലക്ട് ഫ്യൂ ഓഫ് യു. എന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റും. കാരണം ഏറ്റവും നല്ല കഴിവെന്ന് പറയുന്നത് ഏറ്റവും നല്ല പഠിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല പോലെ പഠിപ്പിക്കാനും പറ്റണം. നിങ്ങൾ എത്ര പേർക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്? കൈപ്പൊക്കണം, പറഞ്ഞ അപ്പ കൈപ്പൊക്കണം, ഫുൾ കൈപ്പൊക്ക, ഇങ്ങനെയല്ല ഫുൾ കൈ. 1 2 3 4 5 6 ആൺകുട്ടികൾക്കൊന്നും ഡോക്ടറാവണ്ട, അത് നന്നായി. ഓക്കെ, ഈ 5-6 കുട്ടികൾ കൈപ്പൊക്കി ഡോക്ടർ ആവണം എന്ന് പറഞ്ഞവരിൽ എത്ര പേർക്ക് ടീച്ചർമാരാവണം? അവർക്ക് ഡോക്ടർ ആവണം, പക്ഷെ എന്താവണ്ട? എന്താവണ്ട? ടീച്ചർ ആവണ്ട. എന്താ ടീച്ചറുടെ പണി? പഠിപ്പിക്കുക എന്നുള്ളതാണ്, ആണോ അല്ലയോ? ഡോക്ടറുടെ പണിയോ? ആരെ ചികിത്സിക്കണം? രോഗികളെ ചികിത്സിക്കുമ്പോൾ രോഗികളെ പഠിപ്പിക്കണോ വേണ്ടയോ? മനസ്സിലാവണ്ടോ പറയണത്? പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ പോയിട്ട് ക്ലാസ് എടുക്കണം മാത്രമല്ല, ഞാൻ എന്ത് കാര്യവും ആരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിന്റെ കഴിവാണ് എന്ത്? പഠിപ്പിക്കുക. അപ്പൊ സാധാരണഗതിയിൽ ഡോക്ടർമാരാവേണ്ടവർ കൈപൊക്കാന്ന് പറയുമ്പോൾ കുറെ പേര് ഇവിടെ കുറവാ. എനിക്കൊന്ന് കോട്ടയത്തുകാർക്കൊന്നും താല്പര്യമില്ല. എവിടെയെങ്കിലും പോയാൽ, ഏറ്റവും നല്ല സ്കൂൾസിൽ പോയാൽ ഒരു 80% ആൾക്കാരും കൈപൊക്കും. അടുത്ത ചോദ്യം ടീച്ചർ ആവണോ നിൽക്കും, എല്ലാവരും കൈതാക്കും. ഞാൻ അപ്പ ശപിക്കും, നിങ്ങൾ ഒരിക്കലും ഡോക്ടർ ആവില്ല. കാരണം നിങ്ങൾ കോട്ടയം സിറ്റിയിൽ പോവാം, എന്നിട്ട് എല്ലാ ഡോക്ടർമാരുടെയും ബോർഡ് വായിക്കാം. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഡോക്ടറുടെ പേരുണ്ടാവും, താഴത്ത് എഴുതിയിട്ടുണ്ടാവും പ്രൊഫസർ ഓഫ്, കണ്ടുണ്ടാവും, പ്രൊഫസർ ഓഫ് ഏതെങ്കിലും മെഡിക്കൽ കോളേജിന്റെ പേരുണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പൊ എല്ലാ ഡോക്ടർമാരും അവസാനമാവുന്നത് ആരാ? പ്രൊഫസർമാരാണ്. അപ്പൊ ഞാൻ സയന്റിസ്റ്റ് ആയിരുന്നു. ആദ്യം കുറച്ചു ദിവസം നമ്മൾ പണിയെടുക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യേണ്ട പണി എന്താ? എന്റെ താഴെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലാവണ്ട പറയണേ? ഏറ്റവും നല്ല ഒരു വ്യവസായിയുടെ പണി എന്താണ്? വ്യവസായം തുടങ്ങുന്ന കാലത്ത് ചെറിയ പണിയൊക്കെ ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാണ്? അതിന് താഴത്ത് വരുന്നവരൊക്കെ ഗൈഡ് ചെയ്യാൻ പഠിപ്പിക്കാനുള്ളതാണ്. അപ്പൊ ഇന്ന് ലോകത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം പഠിപ്പിക്കാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം പഠിപ്പിക്കാൻ, പണി ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ പോരാ, പണി ചെയ്യിപ്പിക്കാനും കൂടി അറിയണം, കുറച്ചും കൂടി അധികം അറിവ് വേണം. അപ്പൊ നമ്മൾ പഞ്ചാബിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കുറെ ട്രാവൽ ചെയ്ത് പഞ്ചാബിൽ, അവിടെ നേഴ്സുമാരുടെ സ്കൂളുകൾ കോളേജൊക്കെ ഫുൾ ആൾക്കാരാണ്. ഒരേ ക്യാമ്പസ് നഴ്സിംഗ് സ്കൂളുണ്ട്, 200 സീറ്റ്, 200 ഫുള്ള്. തൊട്ടടുത്തൊരു BEd കോളേജ് ഉണ്ട്, ഒരു അഡ്മിഷനും ഇല്ല, 0. എന്താ കാരണം? നഴ്സിംഗ് കഴിഞ്ഞാൽ അവർക്കൊക്കെ എവിടെ പോവാം? ജർമ്മനി പോവാം, റഷ്യ പോവാം. അതുകൊണ്ടാണ് എല്ലാവരും അത് പോകുന്നത്. ലുക്ക് അറ്റ് ഗൾഫ് നഴ്സിംഗ്, ഡോക്ടർ TPS ജർമ്മനിയിലേക്കൊക്കെ പോകുന്ന നഴ്സുമാരെ എങ്ങനെ ജർമ്മനിയിൽ പോകാൻ പറ്റും എന്നുള്ളതിന് ക്ലാസ് എടുക്കുന്ന ആളാണ്. എല്ലാം വേണം. പക്ഷെ ഇന്ന് ഇല്ലാത്തത് നല്ല ടീച്ചേഴ്സാണ്. അപ്പൊ നല്ല ടീച്ചേഴ്സ്, നല്ല എബിലിറ്റി ടു ടീച്ച്, അത് വേണമെങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാ ഡോക്ടർമാർക്കും കിട്ടുന്നൊരു പണി പഠിപ്പിക്കാവുന്നതാണ്. നിർബന്ധമായിട്ടും പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആ മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടില്ല. മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചേ തീരൂ. അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പോവാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലാണെങ്കിൽ അവർ ഡോക്ടർമാരല്ല, അവരെന്തുകൂടി ആവണം? പഠിപ്പിക്കുന്ന ടീച്ചർമാർ കൂടിയാണ്. എല്ലായിടത്തും അങ്ങനെയാണ്. പഠിപ്പിക്കുക എന്നുള്ളത് കമ്പൽസറിയാണ്.
ഇപ്പൊ സിവിൽ സർവീസ് ഏറ്റവും നല്ല സീനിയർ ഓഫീസറായിട്ട് നിങ്ങളുടെ കോട്ടയത്തുകാരൻ തന്നെ ആനന്ദ ബോസ്, ഇപ്പൊ ഗവർണറാണ് ബംഗാളിൽ. അയാൾ IAS ഒക്കെ കഴിഞ്ഞ് വളരെ സീനിയർ സെക്രട്ടറി ആയി. അത് കഴിഞ്ഞപ്പോൾ അയാളെ പോസ്റ്റ് ചെയ്തത് മസൂറിയിൽ പഠിപ്പിക്കാനാണ്, IAS ട്രെയിനികളെ പഠിപ്പിക്കാനാണ്. ഏത് വിഷയത്തിന്റെയും അവസാനം പഠിപ്പിക്കലാണ്. കാരണം നല്ലപോലെ അറിഞ്ഞ ആൾക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. കൃത്യമായിട്ട് അറിയണം. അതിന് വേണ്ടത് നല്ല നോട്ട് ഉണ്ടാക്കുക, പ്രിപ്പയർ യുവേഴ്സൽ. അപ്പൊ ടേക്കിംഗ് നോട്ട്സ്, എഴുതി എടുക്കുക. പിന്നെന്ത് ചെയ്യണം? മേക്കിംഗ് നോട്ട്സ്, അതിനെ നോട്ടാക്കിയിട്ട് മാറ്റുക. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആവണം. ആ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. കാരണം വെച്ചാല് ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്നത് ഡോക്ടർ TPS ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട് അറിഞ്ഞിട്ടാണ്, ആണോ അല്ലയോ? യെസ് ഓർ നോ? എന്റെ നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നിങ്ങളിൽ എത്ര പേര് ഇന്റർനെറ്റ് പോയിട്ട് ഡോക്ടർ TPSന്റെ ഏതെങ്കിലും പ്രോഗ്രാം കണ്ടു? ഇനി അഥവാ കണ്ട് എന്നെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കും, ഒരു മാസം കഴിഞ്ഞ് വരുമ്പോഴും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഏറ്റവും അത്യാവശ്യമായിട്ടൊരു മനുഷ്യന് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കൊക്കെ യു കുഡ് സെൻഡ് മീ എ വാട്സ്ആപ്പ് സെയിങ് ദാറ്റ് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്കാണ് വരുന്നത്, ഹൈദരാബാദ് എന്നാണ് വരുന്നത്, വെൽക്കം ടു. നിങ്ങൾക്ക് എഴുതാമായിരുന്നു, അതില്ല. ആ സ്വഭാവം തീരെ ഇല്ലാത്തൊരു നാടാണ് കേരളം. ഞാൻ വരുന്നു, നമ്മളൊരാൾ കാണാൻ വരുന്നു, ഞാൻ കാണാൻ വരുന്നുണ്ട് എന്നൊരു മെസ്സേജ് അയക്കുമ്പോൾ വി ഫീൽ ഗുഡ്. അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ജോലി എബ്രോഡിൽ കിട്ടണം എന്ന് വിചാരിക്കാം. ഇന്ത്യയിൽ ബാധകമല്ല, കാരണം ഇന്ത്യ അങ്ങനെയുള്ളൊരു നാടായിപ്പോയി. പക്ഷെ അമേരിക്കയിലൊക്കെ നിങ്ങൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. അവിടെ ഒന്നും ജോലികൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതല്ല, കമ്മ്യൂണിക്കേഷനിലൂടെ, റഫറൻസിലൂടെ കിട്ടുന്നതാണ്. എന്നെ ഇയാൾക്കറിയാം, ഇയാൾ എൻ്റെ അടുത്ത് കുറെ കാലമായി സംസാരിക്കാറുണ്ട്, അതുകൊണ്ട് ഇയാൾ കൊള്ളാം. കേരളത്തിൽ അങ്ങനെയല്ല. നമ്മൾ 9ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടു, പിന്നെ അയാളെ കാണുകയില്ല. പിന്നെ +2 കഴിഞ്ഞപ്പോൾ ഇനി എഞ്ചിനീയറിംഗിൽ ഞാൻ എന്താ പഠിക്കേണ്ടത്? നിങ്ങളെങ്ങനെ എനിക്കറിയാം? അല്ല, പണ്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അതുകൊണ്ടത്തെ കാര്യം യു ആർ നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത്. ഇന്നലെ ഒരു പയ്യൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണ്, അയാളുടെ സബ്ജക്റ്റേ കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, മൾട്ടിമീഡിയ, ഇതൊക്കെയാണ്. അയാളുടെ അച്ഛൻ നമ്മുടെ ബന്ധുക്കളാണ്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, അച്ഛൻ പോലീസുകാരനാണ്, SI ആയിട്ടാണ്, സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട്. എൻ്റെ മകന് ഇന്ന് പഠിക്കണം. മകന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അയാളൊരു 4 മാസം മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളാണ്, ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു സ്റ്റാർട്ട് കോളിംഗ് പീപ്പിൾ, യു സ്റ്റാർട്ട് ടോക്കിംഗ് പീപ്പിൾ, നത്തിങ് ഹാപ്പൻസ്. ചുമ്മാ ഒരു മെസ്സേജ് അടിച്ചിടുക, സംസാരിക്കുക, അത് കാഷ്വൽ ആവരുത്. ഏറ്റവും വലിയ ശാപം കേരളത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഘോഷങ്ങളുടെയൊക്കെ ആൾക്കാരാണ്. അപ്പൊ ഇന്നലെ ഒരാളെ ഞാൻ കേരളത്തിൽ വരുമ്പോൾ അറിയിക്കണം, എറണാകുളത്ത് നിന്ന് അറിയിക്കണം, ശരി ഞാൻ മെസ്സേജ് അയച്ചിട്ടു, മറുപടി ഇല്ല. എന്താണ്? ഞാൻ ഗുരുവായൂർ പോയി കിടന്നുറങ്ങിപ്പോയി. മതി, ഭഗവാൻ രക്ഷിച്ചോളൂ. അന്ധം എന്ന് പറയുന്നത് അതാണ്, അന്ധമായ ഭക്തിയാണ്. അതിനുവേണ്ടി എന്ത് മനക്കെട്ടിട്ട് എവിടെ പോയിട്ടും കഷ്ടപ്പെട്ടെന്നോളും, പക്ഷെ പണിയെടുക്കില്ല. നമ്മുടെ ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല ഇന്നലെ വിഷു ആണ്, ആണോ അല്ലയോ? എനിക്ക് എവിടെ ഇരിക്കാമായിരുന്നു? വീട്ടിലിരിക്കായിരുന്നില്ലേ? ഞാൻ ഇന്നലെ ട്രാവൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് പറയാം വിഷു ആണ്, എനിക്ക് വരാൻ പറ്റില്ല. പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഞാൻ 3 വർഷം മുമ്പ് വിഷുവിന്റെ ദിവസം ഞാൻ ഉണ്ടായിരുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ എന്ത് വിഷു? മനസ്സിലാവുന്നുണ്ടോ? വിഷു ആണ്, ഞാൻ സൗദി അറേബ്യയിൽ പോകില്ല എന്ന് പറയാൻ എനിക്ക് തയ്യാറല്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാൻ ഉണ്ടായിരുന്നത് എവിടെയാ? ഞാൻ ഡൽഹിയിലെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുകയാണ്, വിഷുവിന്റെ ദിവസമാണ്. അന്ന് സദ്യ പോലും, ഭക്ഷണം പോലും ഇല്ല. എനിക്ക് സദ്യ പൊട്ട ഭക്ഷണം പോലും കിട്ടിയില്ല. കാരണം ഞാൻ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഞാൻ എത്തിയപ്പോൾ 2 മണിയായി. കറക്റ്റ് ക്ലാസ്സിന്റെ സമയം നേരെ ക്ലാസ് കയറി, ക്ലാസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ അസലായിട്ട് കഴിക്കേണ്ട ദിവസമാണ്. ഞാൻ പോയപ്പോഴത്തേക്കും എന്തോ പാക്കറ്റിൽ എന്തോ സാധനം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു, വേണ്ട വെച്ചു. അപ്പൊ നല്ല പോലെ മെനക്കെടണം. അത്യാവശ്യമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്
നിങ്ങളുടെ പ്രയോറിറ്റി തീരുമാനിക്കണം. എന്താണ് എൻ്റെ പ്രയോറിറ്റി? എന്ത് ചെയ്യാനാണ് ഞാൻ പ്ലാൻ? ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? പലപ്പോഴും പലർക്കും പറ്റുന്നത്, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ എങ്ങനെയാ അത് പറയാ, കുറച്ചു കാലമായിട്ട് കോണ്ടാക്ട് ഡസന്റ് മാറ്റർ. എപ്പോൾ തുടങ്ങാൻ പറ്റും അപ്പോൾ തുടങ്ങും. അപ്പൊ നമ്മൾ അസസ് ചെയ്യുക, ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിൽ എത്ര കുട്ടികൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമുക്കൊരു അസസ്മെന്റ് ഉണ്ടാവും. യാ, ഇറ്റ്സ് വർക്കിംഗ്, പീപ്പിൾ ആർ ഗുഡ്. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നോട്ടിന്റെ പടം ഞാൻ എടുക്കുന്നു. എനിക്ക് എത്രയോ കുട്ടികൾ എന്ന് പറയാം, അവർ പടം എടുത്തിട്ട് അയക്കും. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കൂടുതലാണ്, സൗത്ത് ഇന്ത്യ ആകുമ്പോൾ കുറഞ്ഞു വരും. അപ്പൊ നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമായിട്ട് വേണ്ടൊരു സംഭവമാണ്. എഴുതുക, ആ സ്വഭാവമുള്ളവർക്ക് മാത്രമേ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്ക്. നമ്മളിപ്പോൾ ഒരു മണിക്കൂറാവാറായി. ഞാൻ 1 മണിക്കൂർ കൊണ്ട് നിർത്തും സാധാരണ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ പുതിയൊരു പേജ് എടുക്കുക, അതിനകത്ത് എന്തൊക്കെ എഴുതേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങളെക്കുറിച്ച് ഒരു 5-6 പോയിന്റ്സ്, 10 വരെ ആവാം. 5-6 എന്ന് പറയുന്നതോ 10 എന്ന് പറയുന്നതോ 10 നിർത്താനോ 5 കുറക്കാനോ 5 കൂട്ടാനോ ഒന്നല്ല. ബിറ്റ്വീൻ 5 to 10, കുറച്ചധികം എഴുതിയാലും കുഴപ്പം. പക്ഷെ പോയിന്റ് വൈസ് ആവണം. മഹാഭാരതം പോലെ കഥ എഴുതല്ല, പോയിന്റ് വൈസ് 1, 2, 3, 4, 5, ഒരു 10 പോയിന്റ്സ് വരെ നിങ്ങൾക്ക് എഴുതാം. എന്താണ് നിങ്ങളുടെ എബിലിറ്റി, എന്താണ് നിങ്ങൾക്ക് പറ്റാത്തത്, നിങ്ങളുടെ പേരെന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അമേരിക്കയിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്നും ആരും ചോദിക്കില്ല. വെസ്റ്റിൽ പല സ്ഥലത്തും അങ്ങനെയാണ്, UK-ലൊക്കെ. ഇപ്പൊ UK-ൽ ഒരു കുട്ടി പോകുന്നു, കോട്ടയത്തുകാരൻ തന്നെ, കോട്ടയത്താണ്, എറണാകുളം, കോട്ടയം, മൂവാറ്റുപുഴ ഭാഗത്തുള്ള ഒരാളാണ്. എൻ്റെ കൂടെ പണ്ട് പഠിച്ച്, അവരുടെ മകള് ലണ്ടനിൽ അഡ്മിഷൻ വേണം. ഇപ്പൊ ലണ്ടനിലൊക്കെ സാധാരണ ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷനുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ട്, അത് പാസ്സാവും. പക്ഷെ ആദ്യകാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ആരെങ്കിലും സർട്ടിഫൈ ചെയ്താൽ മതി, ഇയാൾക്ക് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞാൽ നല്ല സ്കൂളൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ, ഒരു ടെസ്റ്റ് ചെയ്യാനൊന്നും പോകാറില്ല. എൻ്റെ അടുത്തൊരു റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിച്ചാണ്, ഇയാൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അറിയും എന്നുള്ളതിന് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പൊ നമ്മളൊരു സർട്ടിഫൈ ചെയ്താൽ മതി, ഇയാൾക്ക് അറിയാം. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നത് ലാംഗ്വേജ്, രണ്ടാമത് അഡ്മിഷൻ കിട്ടാൻ വേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്നാണ്, SOP എന്നാ പറയാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്? എന്തിനാണ് നിങ്ങൾ ആ കോളേജിൽ പഠിക്കുന്നത്, ഏത് വിഷയമാണ് പഠിക്കുന്നത്, ആ വിഷയം സെലക്ട് ചെയ്യാൻ എന്താണ് കാരണം, എന്താണ് പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ഇതൊക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ ആ പാത്ത് വഴി പോകുന്നത്. അതൊക്കെ കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. അതിനാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ആ ഒറ്റൊരു സംഭവം നോക്കിയിട്ട്, ലാംഗ്വേജ് സ്കില്ലും സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസും നോക്കിയിട്ട്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോളജും ഡിഗ്രി ഒന്നും നോക്കാണ്ട് അഡ്മിഷൻ കൊടുക്കുന്ന നല്ല കോളേജുകൾ. നിങ്ങൾ ബിടെക് പാസ്സായോ ഇല്ലയോ, എത്ര മാർക്ക് കിട്ടിയെന്നൊന്നും അവർ ചോദിക്കില്ല. ആകെ ചോദിക്കുന്നത് നിങ്ങൾക്ക് പർപ്പസ് ക്ലിയർ ആണ്. കാരണം ഇന്ന് സർട്ടിഫിക്കറ്റിനെക്കാളും വില നോളജിനാണ്. നിങ്ങളിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി 12ാം ക്ലാസ് അഡ്മിഷൻ, ഈ ഒരു 3 ദിവസത്തെ ക്ലാസ് ആ കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്യും. പലയിടത്തും കാശ് കൊടുത്തിട്ട് ചെയ്യും. MOOC, 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 മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, edX, Coursera, Udemy, Skillset, കുറെ ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. ആ ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ തപ്പി നോക്കുക. 200 കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. ഒരാഴ്ച കൊണ്ട് ഒരു കോഴ്സ് തരും, അതിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. AI എന്താണ് AI എന്നറിയണം, ഇന്ന് പോയി രജിസ്റ്റർ ചെയ്യാം. ഒരു കാശും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ചെയ്യാം. ആരാ രജിസ്റ്റർ ചെയ്യുക? ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ആലോചിച്ചൊക്കെ 365 ദിവസത്തില് നിങ്ങൾക്കൊരു 100 കോഴ്സൊക്കെ ചെയ്യാൻ പറ്റും. പാരലലി പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചെയ്യാം.
ഒന്നും കാശ് കൊടുക്കാൻ. അങ്ങനെ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കോഴ്സുകളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ ഗുണം? നാളെ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി പോയിട്ടൊരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പണ്ട് ഇത്രയും കോഴ്സ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവരുടെ ഫീസ് ഡും എന്ന് പറഞ്ഞ് കുറക്കും. ഇന്ത്യയിലെ പോലെ ഫിക്സ്ഡ് ഫീസ് അല്ല, എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. അവർക്ക് വേണ്ടത് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല ഫീസ് അളവ്. ഒരേ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരാൾ കൊടുക്കുന്നത് 20 ലക്ഷമാണെങ്കിൽ മറ്റേയാൾ കൊടുക്കുന്നത് 1 കോടിയായിരിക്കും. 80 ലക്ഷം പെർ ഇയർ പെർ സെമസ്റ്റർ സ്കോളർഷിപ്പ് കൊടുക്കുന്ന സ്ഥലങ്ങൾ പോലും ഉണ്ട്. എങ്ങനെയത് കിട്ടുക? 3 കോടി ഫീസ് കൊടുക്കേണ്ടത് ഫ്രീ പഠിച്ച ആളാണ് ഇരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി 3 കോടി ഫീസ് ഒന്നും കൊടുത്തില്ല, ഫുൾ ഫ്രീ. കാരണം എക്സ്ട്രാ നമ്മൾ സാധാരണ കോളേജിൽ പഠിക്കുന്ന കാലത്തും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അപ്പൊ ഓരോ നിമിഷവും സ്പെൻഡ് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ സ്പെസിഫിക് ആണ്. ഇംഗ്ലീഷ് നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഐ എം നോട്ട് സ്പെൻഡിങ് മൈ ടൈം, ഐ എം ഇൻവെസ്റ്റിംഗ് മൈ ടൈം. അപ്പൊ നിങ്ങളുടെ സമയം ഏതൊക്കെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഇതൊക്കെയാണ് എന്റെ പ്ലാൻ. ഞാൻ SOP എന്ന് പറയുന്നത് അതാണ്. ആ SOP എങ്ങനെയാവണം? ദിസ് ഈസ് 2025, 2025. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഏപ്രിൽ 15 ആണോ അല്ലയോ? എന്താ ഏപ്രിൽ 15ന്റെ പ്രത്യേകത? ഏപ്രിൽ 14 കഴിഞ്ഞ വരുന്ന ദിവസം അല്ലെ? എന്താ ഏപ്രിൽ 14ന്റെ പ്രത്യേകത? എന്താണ് വിഷു? എന്താണ് വിഷു? ഓക്കെ, ഹാർവെസ്റ്റിംഗ് ആണ് വിഷു. മലയാള മാസം വിഷു മേടാണോ തുടങ്ങുക? ഞാൻ പറഞ്ഞത് പലതും പലരും പറയുണ്ടാവും, പക്ഷെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. ഹാർവെസ്റ്റിംഗ് അല്ല, തെറ്റ്. മലയാളം മാസം തുടങ്ങുന്നതല്ല, വർഷം തുടങ്ങുന്നതാണ്. മാസം എല്ലാ മാസവും തുടങ്ങുമല്ലോ, അത് വലിയ ആഘോഷമാക്കേണ്ട കാര്യമൊന്നുമില്ല. യുഗപ്പിറവിയാണ് യുഗാദി. ഇതിന് ഇക്വലന്റ് ആയിട്ട് കർണാടകയിലും ആന്ധ്രയിലൊക്കെ ഉള്ള പേരാണ് ഉഗാദി. അവിടുത്തെ ഫെസ്റ്റിവല് വിഷുവിന് പകരം തമിഴ്നാട് ഒഴികെ ബംഗാൾ ഒഴികെ സെന്റർ ഓഫ് ഇന്ത്യയിലൊക്കെ മിക്കവാറും സ്ഥലത്ത് വിഷുവിന് ഇക്വലന്റ് ആയിട്ടുള്ളൊരു ആഘോഷമാണ് ഉഗാദി. ഉഗാദി എന്ന് പറഞ്ഞാൽ യുഗ ആദി എന്നാണ്. യുഗം തുടങ്ങിയത് ഇപ്പോഴാണ്. കേരളപ്പിറവി അല്ലെങ്കിൽ കേരളത്തിന്റെ കലണ്ടർ ഉണ്ടാക്കിയത്, കൊല്ലവർഷം എന്ന് പറയുന്നത് ഏത് മാസ? മേടാണോ? ഇതേതാ മാസം? മലയാള മാസം മേടം. മേടാണോ കലണ്ടർ തുടങ്ങാം? മലയാള കലണ്ടർ ഏതാ? അതാണ് ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ, ഓണം. ഇത് വിതക്കണ സമയമാണ്. വിത്തും കൈക്കോട്ടും എന്നാണ് ആ കിളി പാടുന്നത്. ഇപ്പൊ വിതച്ചാൽ എപ്പോ കൊയ്യാം? മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, 5 മാസം. ഫൈൻ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓണാകുമ്പോഴത്തേക്കും ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മളൊരു ആഘോഷം വരുമ്പോ വെറുതെ കേട്ടാ പോരാ, എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പഠിക്കാം. അങ്ങനെ പഠിച്ചാൽ 365 ദിവസം കൊണ്ട് ലോകത്തിലെല്ലാം പഠിക്കും. അംബേദ്കറുടെ ബർത്തോ അപ്പൊ അങ്ങനെ പഠിച്ചാൽ അംബേദ്കറുടെ ആണെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കുറിച്ചും കൂടി പഠിക്കാം.
ഇന്ത്യയിൽ വിൽക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും വില പിടിച്ച പുസ്തകം എന്ന് പറയുന്നത് അംബേദ്കറുടെ കൈ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു ബുക്ക്. കുറെ ബുക്കുകളുണ്ട്, ഒരു ബുക്ക്. ലോകത്തിലെ ഏറ്റവും വില പിടിച്ച പുസ്തകം ഏതാണെന്നറിയോ? നിങ്ങൾ കുറെ പുസ്തകം മേടിക്കാൻ ഇല്ലേ? നോട്ട്ബുക്കും കുറെ ബുക്കൊക്കെ മേടിച്ചിട്ടില്ലേ? ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച പുസ്തകം ഏതായിരിക്കും? ഇപ്പൊ ഞാനിപ്പോ കുറെ പുസ്തകങ്ങളൊക്കെ കേട്ടു. അപ്പൊ ആലോചിക്കേണ്ടതാണ് ലോകത്തിലെ ഏറ്റവും 500 രൂപ സമ്മാനം. ഇപ്പൊ പറഞ്ഞാൽ ഉത്തരം ആര് മേടിച്ചു, എപ്പോ മേടിച്ചു, ഏതാണ് പുസ്തകം? അറിയില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ധൈര്യത്തിൽ 500 രൂപയൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾ ഇതൊന്നും ആലോചിക്കാറില്ല. ഉണ്ടോ? എപ്പോഴെങ്കിലും ഞാൻ ഈ ചോദിച്ച ചോദ്യം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഓരോ ദിവസവും നിങ്ങൾക്ക് 10 ചോദ്യം ചോദിക്കാൻ പറ്റി വിചാരിക്കാം. യു ബിക്കം ദ മോസ്റ്റ് നോളജബിൾ പേഴ്സൺ. ഏത് എക്സാമിനേഷനും ഏത് വിഷയവും ഏത് സബ്ജക്റ്റും ഒരേപോലെ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുക. നിങ്ങളിപ്പോ ഈ 3 ദിവസം കൊണ്ട് പോരുത്. 18, 19, 20 നമ്മൾ ഭഗവത്ഗീതയും ഭാരതീയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അതിനൊക്കെ നിങ്ങൾക്കൊക്കെ വരാം. ഭഗവത്ഗീത എഴുതിയത് ആരാ? ഇങ്ങനെയാണ് പറയണത്. അല്ലെങ്കിൽ ഗണേശനാണ് എഴുതിയതെന്ന് പറയുന്നത്. പക്ഷെ ഭഗവത്ഗീത പറഞ്ഞതാരാ? ഗീത പാടിയത്, ഗീത പറഞ്ഞത് ആരാണ്? കൃഷ്ണനാണ്. പക്ഷെ കൃഷ്ണൻ വെറുതെ പറഞ്ഞോ? ആര് ചോദിച്ചപ്പോഴാ പറഞ്ഞ? അപ്പൊ ഭഗവത്ഗീത ഉണ്ടാക്കിയത് ആരാ? കൃത്യമായിട്ട് അർജുനൻ. വ്യാസനല്ല. കഥ എഴുതിയത് വ്യാസനാണ്. ഉത്തരം പറഞ്ഞത് കൃഷ്ണനാണ്. പക്ഷെ എപ്പോഴാ ഉത്തരം പറഞ്ഞത്? ചോദ്യം ഉണ്ടായി. അപ്പൊ ലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഉത്തരങ്ങളല്ല, എന്താണ്? ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കുറെ ചോദ്യങ്ങളാണ്. നല്ല ക്വാളിറ്റിയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ കഴിവ്. അത് നമ്മളോട് തന്നെ ചോദിക്കണം. അങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും വില പിടിച്ച പുസ്തകം ആര് മേടിച്ചു, എപ്പം മേടിച്ചു, എവിടെയാണ്? ലിയോനാർഡോ ഡാവിഞ്ചിയുടെ കോഡ്. അതിനെക്കുറിച്ച് എഴുതിയ പുസ്തകം ബിൽഗേറ്റ്സ് ആണ് മേടിച്ചത്. $38 ബില്യൺ ലോകത്തിലെ കോസ്റ്റ് ഒരു ബുക്കിന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോഴാണ്, നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ലോകത്തിൽ അറിവുള്ളവരാകും. അങ്ങനെ എല്ലാ ദിവസവും എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ അതാണ് നിങ്ങളുടെ കഴിവ്. ഓക്കെ, റെഡിയാണോ? യെസ് ഓർ നോ? റെഡിയാണോ എന്ന് ചോദിച്ചാൽ വാ തുറക്കുക. പല്ല് വെച്ച് രാവിലെ വാ തുറക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പല്ല് വെച്ച് ചോദിക്കുന്നത്. അപ്പോഴും വായ തുറക്കരുത്. എല്ലാവരും ഒന്ന് വായ തുറന്നേ. ആ നല്ല മസിൽ കുഴപ്പമുണ്ടോ? തുറക്കെ. ആ തുറക്ക. ഫുൾ ആ ഉറക്കെ. പോരാ, ഉറക്കെ. വർക്കുണ്ട്. ചോദ്യം ചെയ്യാൻ മടിക്കാതിരിക്കുവൻ. ഉറക്കെ. മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? കുറേ ലൈൻസ് ഉള്ളൊരു പഴയ പാട്ടാണ്. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു പാട്ടാണ്. എൻ്റെ വീട്ടിൽ കുറെ ക്യാമ്പുകൾ നടക്കുമായിരുന്നു. പുത്തനൊരായുധമാണു നിനക്കി, പുസ്തകം കയ്യിലെടുത്തോളൂ. ഏതാ ഏറ്റവും നല്ല ആയുധം? പുസ്തകം. വായിക്കാറുണ്ടോ? എന്താ വായിക്കാറ്? നോട്ട്ബുക്ക്. ടീച്ചർമാർ എഴുതാൻ പറയും, ആ നോട്ട്ബുക്ക് വായിക്കും, അതുപോലെ എഴുതും, നല്ല മാർക്കും കിട്ടും. എന്നിട്ട് A++ ആവും. എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുമ്പോൾ തോറ്റിട്ട് ധും എന്ന് പറഞ്ഞ് താഴെ വിടും. കാരണം അവിടെ ആരും നോട്ടും തരില്ല, ഇതേപോലെല്ലാം പഠിപ്പിക്കുകയും ചെയ്യാം.
കേരളത്തിൽ മിക്കവാറും കുട്ടികൾ ഫെയിൽ ആവുന്നത് ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്നതിന് കാരണം സ്കൂൾ എഡ്യൂക്കേഷനിൽ അവരെ സ്വന്തം പഠിക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് എൻട്രി കറക്റ്റ് ആയിരിക്കും, പക്ഷെ എക്സിറ്റ് തോറ്റ് പാളിസെറ്റാണ്. ഒരു കാര്യമില്ല. സ്വന്തം പഠിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണം. അതുണ്ടാവും. നല്ലപോലെ മനസ്സിൽ ആക്കി പഠിക്കണം. ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് പഠിക്കാം. എന്തെന്ന ധീരത, ഓക്കെ, എന്തെന്ന ധീരത, ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാവണം ഇപ്പോൾ തന്നെ. എന്തിനു തയ്യാറാവും? ആജ്ഞാശക്തിയായി മാറിയിടാൻ. എപ്പോഴാ ആജ്ഞാശക്തി ഉണ്ടാവുക? അറിവുണ്ടാവും. മനസ്സിലായോ? അപ്പോ ഈ നിമിഷം മുതൽ എന്തിന് ധീരത, ഡോക്ടർ TPS കാണാം ഈ പാട്ടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ പൊസിഷനിലേക്കൊക്കെ എനിക്ക് എത്തണം. അതിന് ഇന്നതൊക്കെയാണ് വേണ്ടത്. 2025 2035 ആകുമ്പോഴത്തേക്കും ഞാൻ എവിടെ എത്തും, 2045 ആകുമ്പോഴത്തേക്കും എവിടെ എത്തും, അങ്ങനെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കുക. അതാണ് നിങ്ങളുടെ പർപ്പസ്. അതിന് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, എവിടെയൊക്കെ പഠിക്കണം എന്നുള്ളതിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി പിന്നെ വേണ്ടത് ഈ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഈ ഒരു 5 ദിവസം, ഇന്ന് 15, 16, 17, 18, 19, 20 അല്ലെ, 5 ദിവസം ഞാൻ ഇവിടെ ഉണ്ട്. ഈ 5 ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും, എന്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, അതിൽ കുറെ പോയിന്റ്സ്, അതിനുള്ള സമയമാണ് ഇപ്പം. ഫൈൻ, യു ക്യാൻ ടേക്ക് 10 minutes, പോരെ, 10 മിനിറ്റ് എഴുതാം.